ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ വെളുപ്പിന് തന്നെ നമ്മുടെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. അപ്പോൾ എന്താ ഇന്നിവിടെ അമ്മയും അനിയത്തിയും ഒന്നുമില്ല. അനിയനും ഒന്നുമില്ല. കുഞ്ഞ് ഹോസ്പിറ്റലിലാണ് 3-4 ദിവസമായിട്ട്. അവൾ അവിടെയാണ്. അപ്പോൾ എല്ലാവരും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവളുടെ ഹെൽത്തൊക്കെ ഓക്കെ ആയിട്ട് പെട്ടെന്ന് വീട്ടിലേക്ക് വരാനായിട്ട്. അപ്പോൾ അമ്മ ഇവിടെ ഇല്ല. അമ്മ ട്രിവാൻഡ്രത്ത് അമ്മയുടെയൊക്കെ ഒരു സമിതിയുടെ പ്രാർത്ഥന ഭജന കാര്യങ്ങളൊക്കെ ആയിട്ട് പോയേക്കാണ്. അപ്പോൾ ഇതേ രാവിലെ തന്നെ നമ്മൾ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചു, അടുപ്പിൽ തീ കത്തിച്ചു. പിന്നെ ഒരു വിശേഷമുള്ളത് ഗ്യാസ് തീർന്നായിരുന്നു. ഗ്യാസ് തീർന്നിട്ട് കുറേ ആയിരുന്നു കേട്ടോ. കുറേയെന്ന് വെച്ചാൽ ഒരാഴ്ചയ്ക്ക് മേലെ ആയിട്ടോ. പിന്നെ ഇതേ അനുവേട്ടൻ കരിപ്പെട്ടി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഞാൻ കാപ്പി എടുത്തിട്ട് അച്ഛനും അനുവേട്ടനും കൊടുത്തു. പിന്നെ ചപ്പാത്തി വാങ്ങുകയാണ് ചെയ്തത്. കാരണം ഞാൻ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് എനിക്ക് ജോലിക്ക് പോകേണ്ടതുകൊണ്ടും രാവിലെ ഗ്യാസും ഇല്ല. ഗ്യാസ് കൂടി ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിരുന്നു. പക്ഷേ അനുവേട്ടൻ എന്തായാലും ചപ്പാത്തി എല്ലാം കൂടി ചുട്ടു. അപ്പോൾ എന്തായാലും അതെനിക്ക് എളുപ്പമായി. അപ്പോഴത്തേക്ക് ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള കറി സവോളയും തക്കാളിയും കൂടെ വഴറ്റിയിട്ട് മസാല കറി പോലെ വയ്ക്കാമെന്ന് വെച്ചു. കാരണം കുഞ്ഞിക്ക് അതാണ് ഇഷ്ടം. അതല്ലെങ്കിൽ കിഴങ്ങ്, അത് കുഞ്ഞിക്ക് അനുവേട്ടനൊക്കെ മസാല ഇട്ട കറിയാണ് ഇഷ്ടം. എനിക്കിഷ്ടമല്ല. എനിക്ക് പച്ചയ്ക്ക് അരച്ച് തേങ്ങ അരച്ച് വയ്ക്കുന്ന കറികളൊക്കെയാണ് ഇഷ്ടം. പക്ഷേ ഇവിടെ എന്തായാലും രണ്ട് കൂട്ടർക്ക് രണ്ട് ഇഷ്ടങ്ങളാണ്. അപ്പോൾ അതേ സവോളയും തക്കാളിയും കൂടെ വഴറ്റിയിട്ട് ഒരു ഗ്രേവി പോലെ ഉണ്ടാക്കാമെന്ന് വെച്ചു. പിന്നെ ഉച്ചക്കത്തേക്ക് ഞാൻ പച്ചമോരാണ് ഉണ്ടാക്കുന്നത്. അതിനകത്ത് സവോളയും പച്ചമുളകും ഇഞ്ചിയും ഉപ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് ഒരുമിച്ച് മിക്സിയിൽ അടിച്ചെടുക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഉണ്ടാക്കുന്നത് ഇവിടെ ഇഷ്ടമാണ്. ഇവിടെ ഈ പച്ചമോര്, പുളിശ്ശേരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് തീരും. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതേ നമ്മുടെ ക്യാരറ്റും ബീൻസും ഒക്കെ ഇട്ടിട്ട് ഒരു മെഴുക്കുവരട്ടി വയ്ക്കാനായിട്ട് അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ മെഴുക്കുവരട്ടിയും നമ്മുടെ ഗ്രേവിയും ഒക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് തൂത്ത് വരാനായിട്ട് ഈ വിറകിൻ്റെ പൊടിയാണ് കേട്ടോ ഇത്രയും വലിപ്പത്തിൽ കിടക്കുന്നത്. കാണുന്നവർ വിചാരിക്കരുത് തൂക്കാതെ മരാത്തെ ഇടാണെന്ന് കേട്ടോ. പിന്നെ ഇതേ ഈ അടുപ്പ് കത്തിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പാചകമൊക്കെ നീറ്റ് ആവുള്ളൂ. ഇപ്പോൾ ചാരമൊക്കെ ഇങ്ങനെ ഊതി ഊതി പറന്ന് കിടക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് വെള്ളം വരുന്നുണ്ട്. ഒന്നരാടൻ വെള്ളം എല്ലാം പിടിച്ചു വെച്ചു. ഇതേ കുഞ്ഞിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ടെന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതേ ഉച്ചവരെ ഉണ്ട്. അപ്പോൾ അവൾക്കുള്ള സ്നാക്സും വെള്ളമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ സ്നാക്സ് എന്ന് പറഞ്ഞാലും ഞാൻ കൂടുതലും ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുക. ബേക്കറി സാധനങ്ങൾ ഒരുപാട് കുട്ടികൾക്ക് കൊടുക്കുന്നത് എനിക്ക് ഇഷ്ടമേ അല്ല. അപ്പോൾ അമ്മമാരൊക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ബേക്കറി സാധനങ്ങൾ ഒഴിവാക്കിയിട്ട് നല്ല നല്ല ഫ്രൂട്ട്സും നല്ല നല്ല സ്നാക്സ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ഒക്കെ കൊടുക്കുക. ഇടയ്ക്കിടയ്ക്കൊക്കെ ബേക്കറി സാധനങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ എന്തായാലും പേരയ്ക്ക കുറച്ച് പഴുത്ത് ഉണ്ടായിരുന്നു. എന്നാൽ പഴുത്തിങ്ങനെ ബ്ലം ബ്ലം എന്നായിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്കിഷ്ടമല്ല. പിന്നെ അതിന് ശേഷം ഞങ്ങൾക്കിന്ന് കുടുംബക്ഷേത്രത്തിൽ പൂജയാണ്. വെട്ടിക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രം, വെള്ളൂർ. അപ്പോൾ അവിടെ പൂജയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. എല്ലാ മാസവും 2ാമത്തെ ഞായറാഴ്ച പൂജയാണ്. അപ്പോൾ എന്തായാലും എനിക്ക് ജോലി ഉണ്ടാവും. ഞങ്ങൾ അവിടെ തൊഴുതിട്ടാണ് ജോലിക്ക് പോവാറ്. കുഞ്ഞിനെ അവിടെ നിന്ന് അനുവേട്ടൻ ഡാൻസ് ക്ലാസ്സിലേക്ക് വിടും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വിശേഷങ്ങളുമായിട്ട് കാണുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.